എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. NSEയുടെ സ്റ്റോക്കാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1645 രൂപ 50 പൈസയാണ്. ഓൾറെഡി ഏകദേശം ഒരു 3000 രൂപേൻ്റെ അടുത്ത് പോയിട്ട് അതിൽ നിന്നൊരു 50%, 3000ൻ്റെ ഒരു 50% ഡൗൺ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു 50% ഡൗണ് മേ ബി ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊരു റിയാക്ഷൻ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. മേ ബി ഇതൊരു OB ആയിട്ട് കൺസിഡർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിയാക്ഷൻ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്നൊരു സ്റ്റോക്കാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗൺ ക്യാൻഡിൽ ഇവിടം വരെ വരാനുള്ളൊരു പോസിബിലിറ്റിയും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, സോ വൺസ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയ സ്ഥിതിക്ക് ഒരു ചെറിയൊരു പുൾ ബാക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 10% എന്ന് പറയുന്നത് ഏകദേശം ഒരു 1810 രൂപ ആ ഒരു റേഞ്ചിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഇനിയും മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ പോലും ഈ ഒരു ഗ്രീൻ ക്യാൻഡിൻ്റെ ബോഡിയിലേക്ക് മാർക്കറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഒരു ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതൊരു 1810 1820 ആ ഒരു റേഞ്ചാണ്. സോ ഇവിടുന്ന് ഈ ഒരു റേഞ്ചിലേക്ക് ഏകദേശം ഒരു 10%ൻ്റെ അപ്പ് മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതൊരു OB ആയിട്ട് കൺസിഡർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലേക്ക് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഇറങ്ങാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് വിപ്രോ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. NSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 533 രൂപ 55 പൈസയാണ്. ഇതും ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി വീണ്ടും അതിൻ്റെ ഒരു 50% മാർക്കറ്റിൽ അവിടം വരെ വന്ന് തിരിച്ച് മാർക്കറ്റ് കയറി ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കട്ട് ചെയ്ത് കയറി പോകുന്നുണ്ട്. സോ മേ ബി മാർക്കറ്റ് ഇനി ഈ ഒരു ലിക്വിഡിറ്റി ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. വൺസ് മാർക്കറ്റ് ഇവിടെ നിന്ന് എൻട്രി ഇട്ടവർക്ക് മാർക്കറ്റ് മുകളിൽ പോകണമെങ്കിൽ ഒരു 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇൻ കേസ് താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു FEGയും കൂടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്വിങ് എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് മുകളിൽ കയറാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു വിപ്രോവിൻ്റെ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹൈ എടുത്ത് കയറി പിന്നെ മുകളിൽ പോയി. ഇനി ഇതിൻ്റെ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ് ആണ്, ഈ ഒരു സ്വിങ് ഹൈ ആണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ് ഹൈ ആണ്. ഓക്കെ, സോ ഒരു 618 620 ആ ഒരു റേഞ്ചാണ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വിപ്രോ എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. കയറാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. അദാനിയുടെ NSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 763 രൂപ 40 പൈസയാണ്. സോ ഇതും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് നിൽക്കുന്ന സ്റ്റോക്കാണ്. മാർക്കറ്റ് ഈ ഒരു റെഡ് ക്യാൻഡിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കുറച്ചും കൂടി വന്നിട്ട് അവിടെ നിന്ന് ഒരു റിയാക്ഷൻ നൽകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു FEG ഉണ്ട്. സോ ഇതിൻ്റെ ഒരു 50% ഫില്ലാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ രണ്ട് പോസിബിലിറ്റിയാണ് അദാനി ടോട്ടൽ ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ കാണുന്നത്. ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, ഇത് നല്ലൊരു ഡൗൺ ആയിരുന്നു. ഏകദേശം 4000 രൂപയോളം നിന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ 763 നിൽക്കുന്നത്. തിരിച്ച് മാർക്കറ്റ് കയറാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വിശാഖ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. NSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 108 രൂപ 27 പൈസയാണ്. ഇതും ഒരു നല്ലൊരു ഹൈയിൽ നിന്നും താഴേക്ക് മാർക്കറ്റ് ഇറങ്ങി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ആ ഒരു ഓർഡേഴ്സ് ബിൽഡിംഗ് എന്ന രീതിയിലുള്ള ഒരു പാറ്റേണാണ്. ഇവിടെ ഒരു സൈഡ് വേസ് എന്ന രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇനി കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഒരു ഹൈ പോയ ശേഷം അവിടെ നിന്ന് മാർക്കറ്റ് താഴെ ഇറങ്ങി വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ വിശാഖ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിഷ്മാൻ കാർബോ അമിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 174 രൂപ 61 പൈസയാണ്.
സോ ഇതും ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച് മാർക്കറ്റ് ആ ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് വീണ്ടും ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. സോ ഇവിടുന്ന് ഒരു നല്ലൊരു അപ്പ് ട്രെൻഡ് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. മേ ബി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വന്നാൽ പോലും നമുക്ക് ആവറേജ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വീക്കിലി ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റ് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് തരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ലോങ് ടേമിന് നല്ലൊരു സ്റ്റോക്കാണ് DCAL, നിഷ്മാൻ കാർബോ അമിൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. സോ നെക്സ്റ്റ് വീക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു 5 സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ഇവിടെ റെക്കമെൻഡ് ചെയ്തത്. അതിൻ്റെ പ്രൈസും അതുപോലെ 10% ടാർഗറ്റ് എന്ന രീതിയിൽ ആ ഒരു എമൗണ്ട് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.